അല്ല, കേസ് പെട്ടെന്ന് ഒരു കേസുമായിട്ട് വന്നത് രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ് എന്ന് വിചാരിച്ച് ആര് കുറ്റം ചെയ്തതെന്നോ ഇല്ല എന്നോ പറയാൻ കഴിയില്ല. അത് തീരുമാനിക്കേണ്ട കോടതിയാണ്. ഏതായാലും പാർട്ടിയെ സംബന്ധിച്ച് ഇനി ഞങ്ങൾക്ക് കൂടുതലൊന്നും ചെയ്യാനില്ല. ഞങ്ങൾ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ആ സസ്പെൻഷൻ കൂടുതൽ കടുത്ത നിലപാടിലേക്ക് പോകണമെങ്കിൽ ആ സാഹചര്യങ്ങൾ പരിശോധിച്ചിട്ട് മാത്രമേ ചെയ്യാൻ കഴിയൂ. ഞങ്ങളെ സംബന്ധിച്ച് ഇനി ഇതിൽ തുടർന്നൊന്നും തന്നെ ഞങ്ങൾക്ക് ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ വിവാദങ്ങളിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല. അറസ്റ്റിലേക്ക് കടക്കുമ്പോൾ അപ്പോൾ ആലോചിക്കാൻ കാര്യങ്ങൾ. അതുപോലെ MLA സ്ഥാനം എന്ന് പറയുന്നത് MLA സ്ഥാനം ഒരിക്കലും പാർട്ടി വിചാരിച്ചാൽ ഒഴിവാക്കാൻ കഴിയില്ല. അത് സ്വയം തീരുമാനിക്കേണ്ടതാണ്. കാരണം വിപ്പ് ലംഘിച്ചാൽ മാത്രമേ പാർട്ടിയിൽ നിന്ന് സഭയിൽ നിന്ന് പുറത്താക്കാൻ ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ കഴിയും. പക്ഷേ 6 വർഷത്തേക്ക് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിന് തുല്യം തന്നെയാണ് സസ്പെൻഷൻ. ഈ സസ്പെൻഷൻ ഉള്ളിടത്തോളം കാലം പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയില്ല. ഒരു ഇലക്ഷൻ വന്നാൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയില്ല. അപ്പോൾ സസ്പെൻഷൻ ഏതാണ്ട് പുറത്താക്കലിന് തുല്യം തന്നെയാണ്. പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുന്നില്ല. പാർട്ടി നേതാക്കളുമായിട്ട് വേദിയും പങ്കിടുന്നില്ല. ഇനി കുറേ കൂടെ സൂക്ഷ്മമായിട്ട് തന്നെ പാർട്ടി ഇക്കാര്യം കൈകാര്യം ചെയ്യും. ഇതിലൊരു സൂക്ഷ്മതക്കുറവ് എങ്ങനെ? അല്ല, അതൊക്കെ അദ്ദേഹത്തിൻ്റെ സംരക്ഷണം ഒരുക്കേണ്ട അദ്ദേഹം തന്നെയാണ്. പാർട്ടിക്ക് അതിൽ ഒരു ഉത്തരവാദിത്വമില്ല. പാർട്ടിക്ക് ഇതിലൊരു ആരാ അതിനെക്കുറിച്ച് ഞങ്ങൾ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങൾ സസ്പെൻഡ് ചെയ്ത ഒരാൾ ഒളിവിലാണോ നേരിട്ടാണോ എന്നൊക്കെ ഞങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തു. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലമായി രാഹുലിന് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ നിന്ന് പിന്തുണ ലഭിക്കുകയാണ്. അക്കാര്യത്തിൽ ഇത്രയും നല്ല ശക്തമായ നടപടി എടുത്തിട്ടും ആ നടപടികളൊക്കെ വെള്ളത്തിലാക്കുന്നതല്ലേ അത്തരത്തിലുള്ള? ഒരു വെള്ളത്തിലുമില്ല. പാർട്ടിയുടെ അഭിപ്രായം പറയേണ്ട KPC പ്രസിഡൻ്റാണ്. അതാണ് ഫൈനൽ. അതിന് എതിരായിട്ട് തീരുമാനമെടുക്കാൻ ഹൈക്കമാൻഡിന് മാത്രമേ അവകാശമുള്ളൂ. ഹൈക്കമാൻഡും ഈ തീരുമാനത്തിന് 100% അംഗീകരിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള ശ്രീ KC വേണുഗോപാൽ അക്കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഇനി തുടർന്നുള്ള ഒരു നടപടിയിലും ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ല. കുറ്റാരോപിതർ തന്നെ അവരുടെ സംരക്ഷണ വലയം ഒരുക്കണം. അതിന് പാർട്ടി അതൊന്നും ഒരുക്കി കൊടുക്കാൻ കഴിയില്ല. അത് അദ്ദേഹം തീരുമാനിക്കട്ടെ. ഇതിൽ ഒരു കാര്യം കൂടെ, ഇപ്പം ഈ ആരോപണം ഇപ്പോൾ രാഹുൽ നിയമപരമായി നേരിടണം, നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ എന്ന് പറയുമ്പോഴും ഇതിൻ്റെ ടൈമിങ്ങിനെ സംബന്ധിച്ച് കോൺഗ്രസിന് സംശയമുണ്ടോ? അല്ല, ഇങ്ങനെ ഓരോ ദിവസം നീട്ടി കൊണ്ടുപോകണമല്ലോ. ഇതൊക്കെ പരാതി കിട്ടിയാൽ ഉടനെ ആക്ഷൻ എടുക്കണം. അതെടുക്കാതെ ഇതിങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്ന് ഇപ്പം 3 മാസമായി ഈ സംഭവം കഴിഞ്ഞിട്ട്. അപ്പോൾ ചിലരൊക്കെ വിചാരിച്ചു ഇതൊക്കെ ഇനി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. ഏതായാലും ഇപ്പോൾ സംഭവം ഒഫീഷ്യലായിട്ട് പുറത്തു വന്നു. ഇനി നടപടി നടത്തട്ടെ. അതൊക്കെ തുറന്നുള്ള നടപടികൾക്കനുസരിച്ചിരിക്കുമല്ലോ. പക്ഷേ ഇതുകൊണ്ടൊന്നും സ്വർണം കട്ട കാര്യങ്ങൾ മറച്ചു വയ്ക്കാൻ കഴിയില്ല. അത് ഞങ്ങളൊന്നുകൂടെ ശക്തമായി തന്നെ നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. സ്വർണം കട്ടവർ ഇതുവരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് പോലും ചെയ്തിട്ടില്ല. അല്ല, അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. കാരണം കുറ്റാരോപിതനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല. അങ്ങനെ കിട്ടിയതായിട്ട് അറിവില്ല. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ പ്രസിഡന്റിനാണ് കൊടുത്തു കാണുക. പക്ഷേ പ്രസിഡന്റ് അങ്ങനെയൊന്നും സൂചിപ്പിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം അങ്ങനെ പരാതി കിട്ടിയിട്ടില്ല എന്നാണ് അർത്ഥം. ഞാൻ പറയാം, സണ്ണി ജോസഫാണ് KPC പ്രസിഡന്റ്. സണ്ണി ജോസഫ് KPC പ്രസിഡന്റ് പറയുന്നതാണ് ഞങ്ങളുടെ പാർട്ടി നയം. ആരും പറഞ്ഞു? അങ്ങനെ സ്ത്രീകളെക്കുറിച്ച് ഒരു പരാമർശം അദ്ദേഹം നടത്തിയിട്ടില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു. രാഹുലിന് തെറ്റ് പറ്റി എന്നുള്ള കാര്യം അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. പരാതി നൽകിയതിനു ശേഷം ചോദിച്ച ആളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. എന്തുകൊണ്ടായിരിക്കും? അത് അദ്ദേഹത്തിനോട് ചോദിക്കണം. ഞാൻ പറയുന്നത് ശബരിമല സ്വർണം കള്ളന്മാർ ജയിലിൽ കിടക്കുന്നവർ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാരാണ്. ഒരു സസ്പെൻഷനും അവരുടെ നേരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് MLA ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ അപ്പുറത്തും ചില MLA മാരുണ്ട്. അതൊക്കെ നമുക്ക് പറയാം. അതൊക്കെ ഇലക്ഷൻ കാലത്ത് നമുക്ക് നോക്കാം.